കോഴിക്കോട് വലിയങ്ങാടിൽ ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ സ്ലാബ് തകർന്ന് മുന്നിലത്തെ സ്ലാബ് കെട്ടിടം തന്നെ തകർന്നു എന്ന് പറയാവുന്ന നിലയിൽ ഉണ്ടായ വലിയ അപകടത്തിൽ രണ്ടുപേർ മരിച്ചുവെന്ന അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ലോഡിംഗ് തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. അവിടെ ഈ കടമുറിക്ക് മുന്നിലേക്ക് അവർ വന്ന് സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലമായിരുന്നു അത്. അവരുടെ സഹപ്രവർത്തകരുടെ സങ്കടം നമുക്ക് കാണാം. നേരത്തെ ഗൗരവതരമായിട്ട് പരിക്കേറ്റുണ്ട്. പക്ഷേ അവർക്ക് തൊട്ട് മുമ്പ് ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് വരെ അവരോടൊപ്പം സംസാരിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരാണ് ഇപ്പോൾ ആ അപകടത്തിൽ അങ്ങേയറ്റം അപ്രതീക്ഷിതമായിട്ട് സ്ഥിരമായിട്ട് ഇരിക്കാറുള്ള സ്ഥലത്ത് വെച്ച് സനീഷ്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ മരിച്ചു എന്നുള്ള വിവരം വരുന്നത്. ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്ന ഒരാൾ, അദ്ദേഹം ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്താ സംഭവിച്ചത്? അതുപോലെ അവിടെ എല്ലാവരും അവിടെ നിൽക്കുകയാണ്. ഒരാളിങ്ങനെ നടന്നു തരുന്നുണ്ട്. അതിൽ നേരെ ആ സൗണ്ട് ഇട്ട് എല്ലാവരും പുറത്തേക്ക് വണ്ടിയില്ലെങ്കിൽ ഒന്നും പറ്റില്ല. ഇനി ആ പുറത്തേക്ക് വണ്ടിയിൽ ആ സ്ലാബ് അടക്കിയതിൻ്റെ ഉള്ളിലാണ് കുടുങ്ങി. 5 ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരാൾ കാല് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരാൾ തലമക്കാണ് വീണത്. ഇവിടെ അങ്ങനെ കുടുങ്ങി. 5 ആൾക്കാരാണ്. അതുപോലെ പുറത്തേക്ക് വണ്ടി കൊണ്ടാണ് അവിടെ സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരും പുറത്തേക്ക് വണ്ടി. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത്രയും വെയിറ്റുള്ള സാധനം. അങ്ങനെ കുറേ കഴിഞ്ഞാലാണ് പിന്നെ എല്ലാവരും പുറത്തെടുത്തത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വന്നാലും എല്ലാവരും പുറത്തേക്ക് എടുത്തത്. ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നവരെ ഈ ലോഡ് കയറ്റിക്കൊണ്ടിരുന്നവരാണോ അതോ രണ്ടാളവിടെ കയറ്റുണ്ട്, രണ്ടാളവിടെ ഇരിക്കണ പോലും ഉണ്ടായിരുന്നു. രണ്ടാൾ അതിലിങ്ങനെ വരുന്ന ആളുണ്ട്. ആ വരുന്ന ആളാണ് അതിൻ്റെ അടിയിൽ കുടുങ്ങിയത് തല അതായത്. ഒരാൾ അവിടെ എന്ത് ചെയ്ത് അവിടെ പിന്നെ 2 ആൾക്കാർ പുറത്തേക്ക് ആ സൗണ്ട് ആയിട്ടാണ് പുറത്തേക്ക് മണ്ടിയതാ. ആ വണ്ടിയിൽ അതിൻ്റെ ഉള്ളിൽ ഈ തൊഴിലാളികൾക്കൊപ്പം തന്നെ ഡ്രൈവറോ അങ്ങനെ ആരെങ്കിലും ഉണ്ട്? ഡ്രൈവർ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഒരാളൊരു ഡ്രൈവർ ഉണ്ട് തോന്നുന്നത്. പ്രായ ഒരാൾ. അയാളെ കാലിലാണ് പറ്റുന്നത്. അയാൾ ഉള്ളിലെ കുടുങ്ങിയോണ്ടൊന്നും പറ്റിയിട്ടില്ല ഞാൻ തോന്നുന്നത്. മറ്റവർക്കൊക്കെ സീരിയസ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് തലയിലേക്ക് സ്ലാബ് തലയ്ക്ക് തന്നെ വീണത്. ഒരാളെ തലയ്ക്കാണ് വീണത്. അങ്ങനെ കണ്ടില്ല. അങ്ങനെ ആ വീണ സൗണ്ടിൽ പിന്നെ പുറത്തേക്ക് എടുത്തപ്പോൾ കണ്ടതാണ് തലൻ്റെ ഇവിടെ അങ്ങനെ പറ്റിയാണ്. ഈ കുറേ വർഷമായിട്ടുള്ള ബിൽഡിംഗ് അല്ലേ? നേരത്തെ എനിക്കും അറിയില്ല. അവിടെ സാധനം വാങ്ങാൻ വന്ന ആളാണ്. ഞാൻ അവിടെ ഫോൺ ചെയ്യുമ്പോൾ ലൈവായിട്ട് കണ്ടു എന്നുള്ളൂ. ഈ നേരത്തെ ദൃക്സാക്ഷി പറഞ്ഞതുപോലെ ഈ അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ ബിൽഡിംഗ് തകർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 4 പേർ ആദ്യം ഒരു ഭാഗത്തുനിന്ന് സ്ലാബ് ഇളകുന്നു. ആ ഇളകുന്ന ശബ്ദം കേട്ട് ചിലർ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. പക്ഷേ മറ്റു ചിലർ അതെന്താണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാത്തതിനാൽ അവിടെ തന്നെ നിൽക്കുന്നു. അവിടെ നിന്ന ആളുകൾക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ 2 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിൽ 2 പേർ ഇവിടെ ഉണ്ടായിരുന്ന 2 തൊഴിലാളികളാണ്. അവരുടെ തലയിലേക്ക്, അതായത് ചിലർ നേരത്തെ പറഞ്ഞതുപോലെ വിശ്രമ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. അവരുടെ 2 പേരുടെ തലയിലേക്ക് ഇത് വീഴുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവരാണ് ഇപ്പോൾ മരിച്ചു എന്നൊരു വിവരം പുറത്തേക്ക് വരുന്നത്. അവരെ നേരെ ബീച്ച് ആശുപത്രിയിലേക്കും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. എന്തായാലും മറ്റ് 3 പേർ അവരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ആശങ്കയുണ്ടെങ്കിൽ പോലും അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2 പേരാണ് ഇപ്പോൾ മരിച്ചു എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. എന്തായാലും മറ്റ് ഏത് സാഹചര്യമാണ് നിലവിലുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ അഷ്റഫ് ജബ്ബാർ എന്നിവരാണ് മരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് ഏതെങ്കിലും രീതിയിൽ ശേഷിക്കുന്ന ആളുകളുടെ അവസ്ഥ, ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ളത് ഇപ്പോഴും സംശയമായി നിൽക്കുകയാണ്. നേരത്തെ ഈ ദൃക്സാക്ഷി, അതായത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചിലരുടെ കാലുകൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റുള്ളത്. കാരണം അവസാന നിമിഷം ഈ സ്ലാബ് താഴെ വീഴുമ്പോൾ പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവരുടെ ഈ തലയിലേക്കും കാലിലേക്കും ഈ സ്ലാബ് വീണു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.